ബാരാമതിയിൽ വിമാനാപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് ദാരുണാന്ത്യം. ബാരാമതി വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ വിമാനം തകർന്നു വീണ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന 5 പേരും മരിച്ചതായി സ്ഥിരീകരിച്ചു. അപകട കാരണം കണ്ടെത്താൻ DGCA അന്വേഷണം ആരംഭിച്ചു. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒട്ടേറെ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ബജറ്റിലുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ക്ഷേമ പെൻഷൻ വർധനയും സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശിക വിതരണവും അടക്കമുള്ളവ ബജറ്റിലുണ്ടാകും. പുതിയ H-1B വിസ അപേക്ഷകൾ മരവിപ്പിക്കാൻ നിർദ്ദേശം നൽകി ടെക്സാസ് ഗവർണർ. സർക്കാർ ഏജൻസികൾക്കും യൂണിവേഴ്സിറ്റികൾക്കുമാണ് ടെക്സാസ് ഗവർണർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അമേരിക്കയിൽ തൊഴിൽ തേടുന്ന ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് കനത്ത തിരിച്ചടിയാണ് നടപടി. ലോക കേരള സഭയുടെ 5ാം സമ്മേളനം 29 മുതൽ 31 വരെ സംഘടിപ്പിക്കും. തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നാളെ വൈകുന്നേരം 6-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 125 രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രവാസി പ്രതിനിധികൾ ലോക കേരള സഭയിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ വർധനവ്. ഗ്രാമിന് 295 രൂപയും പവന് 2360 രൂപയുമാണ് കൂടിയത്. ഇതോടെ സ്വർണം ഗ്രാമിന് 15,140 രൂപയും പവന് 1,21,120 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 242 രൂപ വർദ്ധിച്ച് 12,388 രൂപയും പവന് 1,936 രൂപ വർദ്ധിച്ച് 99,104 രൂപയുമായി.